മലപ്പുറം പുൽപ്പറ്റയിൽ ചട്ടം ലംഘിച്ച് പെൻഷൻ വിതരണം. ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പണം കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിതരണം. പെൻഷൻ നൽകുന്ന ബാങ്ക് ജീവനക്കാരന് അസുഖമായതിനാൽ എല്ലാവരോടും ഒരു കേന്ദ്രത്തിലേക്ക് എത്താൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ബാങ്ക് ജീവനക്കാരന്റെ വിശദീകരണം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് നിർത്തിയിട്ടാണ് ഈ ചെയ്യുന്ന പരിപാടി. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് സംസാരിക്കണില്ലല്ലോ. ഞാൻ സംസാരിച്ചു ഒന്നാ കൊടുത്തോ ഇല്ല ജബറാക്ക അതിൽ സംസാരില്ല. യൂനുസ് അഹമ്മദിന്റെ വിശദാംശങ്ങളുമായി. യൂനുസ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വരെ ഒന്നുകിൽ ബാങ്ക് വഴി അതല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ വീട്ടിൽ നേരിട്ടെത്തി ഈ പെൻഷൻ കൊടുക്കുന്ന സിസ്റ്റമായിരുന്നു. ഇത്തവണ അതിന് മാറ്റം വരുത്തുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടല്ലല്ലോ പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. വിനിഷ, പൊതുവെ നമുക്കറിയാം ബാങ്ക് വഴിയോ അല്ലെങ്കിൽ വീട്ടിലെത്തിക്കുകയാണ് ഈ സാമൂഹിക പെൻഷൻ കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് പൊതുവെ ചട്ടം എന്നുള്ളത്. പക്ഷേ ഇവിടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ വിതരണം ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരപ്പറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ഒരു പണം കൈമാറിയത്. അതിന് മുമ്പായിട്ട് വാട്സപ്പിൽ ഒരു സന്ദേശം നൽകിയിരുന്നു. ഈ സാമൂഹിക പെൻഷൻ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു സന്ദേശവും വാട്സപ്പിലൂടെ മുമ്പ് തന്നെ നൽകിയിരുന്നു. ഈ ഒരു പെൻഷൻ നൽകേണ്ടത് പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കാണ്. ആ ബാങ്കാണ് ഈ ഒരു പെൻഷൻ നൽകേണ്ടത്. അതിന്റെ ചുമതല ബാങ്കിനാണുള്ളത്. ഇപ്പോൾ ഈ പെൻഷൻ വിതരണം ചെയ്തത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് ഈ പെൻഷൻ ഈ ഒരു UDFന്റെ ഓഫീസിൽ നിന്ന് ഈ പെൻഷൻ കൈമാറിയത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം. ഏതായാലും പെൻഷൻ ഇവരുടെ ഒരു ബാങ്ക് ജീവനക്കാരന്റെ ഒരു വിശദീകരണം എന്നുള്ളത്, പെൻഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി, അത് ബാങ്ക് ജീവനക്കാരന് അസുഖമായതിനാൽ അത് വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു കേന്ദ്രത്തിലേക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി അത് കൈമാറാൻ വേണ്ടിയായിരുന്നു ഈ ഒരു നിർദ്ദേശം നൽകിയത് എന്നാണ് ഈ ബാങ്ക് ജീവനക്കാരന്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിശദീകരണം. ഏതായാലും ബാങ്ക് ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉള്ളത് അറിഞ്ഞു, അത് പ്രസിഡന്റിനെ ധരിപ്പിച്ചു എന്നാണ് മറ്റു ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ചട്ട ലംഘനം തന്നെയാണ്. പൊതുവെ ബാങ്കിൽ നിന്നോ അതോടൊപ്പം തന്നെ വീട്ടിലെത്തിക്കുകയോ ചെയ്യുന്നതാണ് പെൻഷൻ കൊടുക്കുന്ന രീതി. ഇത് മറിച്ച് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്നതിലും ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായത്. വിനീഷ, യൂനുസ്, നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനായോ അല്ലെങ്കിൽ നിർത്തിവെച്ചോ? എന്താണ് സംഭവിച്ചത് പിന്നീട്? വിനീഷ, വന്ന എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെൻഷൻ വിതരണം ചെയ്തു, അതിനൊരു മുടക്കം ഉണ്ടായിട്ടില്ല. അത് ഒരു ആൾ അത് ഷൂട്ട് ചെയ്തു, അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. UDFന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വെച്ചാണോ പെൻഷൻ നൽകുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അതാണ് വലിയ വിവാദം. അദ്ദേഹം അത് ചിത്രീകരിക്കുകയും ചെയ്തു. ഏതായാലും വലിയൊരു കാര്യം, വലിയൊരു ചട്ട ലംഘനം തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു വിശദീകരണം, കാരണം കുറച്ച് ദിവസമായി ഈ ഒരു പെൻഷൻ, ഈ തുക വന്നിട്ട് അത് ആളുകൾക്ക് ലഭിച്ചില്ല. ആ ഒരു പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കുന്ന ജീവനക്കാരന് അസുഖമായതുകൊണ്ട് അത് വീടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതോട് പെട്ടെന്ന് ഈ ആളുകൾക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഒരു കേന്ദ്രത്തിലേക്ക് അവരെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് എന്നാണ് ഈ ഒരു ബാങ്ക് ജീവനക്കാരന്റെ വിശദീകരണം. അത് എത്രത്തോളം അത് അംഗീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഏതായാലും ഈ മറ്റ് ബാങ്ക് ഭാരവാഹിയുടെ വിശദീകരണം വന്നിട്ടില്ല. ഗുരുതരമായ ചട്ടലംഘനം നടന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുഹമ്മദ് യൂനുസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.